إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, നിങ്ങളോട് ഒരു നസീഹത്ത് എന്നുള്ള നിലക്ക് ഖുതുബയുടെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഉറക്കം വരുന്നുണ്ടെങ്കിലും അത് ബോധപൂർവം പിടിച്ചു വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജുമുഅയുടെ പ്രതിഫലം കൂടി ലഭിക്കുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ക്ഷീണമുണ്ടാകും. ഈ ക്ഷീണമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള നമ്മുടെ നിക്ഷേപം ഇതാണ്. ആ ക്ഷീണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പ്രതിഫലം നൽകുമെന്ന ബോധം നമുക്കുണ്ടാകുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പുണ്യങ്ങളുമായി വന്നിട്ടുള്ള റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറയാം. യഥാർത്ഥത്തിൽ റമദാൻ അല്ല വിട പറയുന്നത്, റമദാനിനോട് നമ്മളാണ് വിട പറയുന്നത്. കാരണം റമദാൻ എല്ലാ വർഷവും ഉണ്ടാകും, നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, ചിന്തിക്കണം. ഇല്ല എങ്കിൽ അതിനെ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നോമ്പ് നിർബന്ധമാക്കുന്ന ആ ആയത്തിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു. ഓതിവച്ച ആയത്തിൽ
യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ്, മുത്തഖിയായി തീരാൻ വേണ്ടിയാണ്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ് ഒരു മാസക്കാലത്തെ പരിശീലനം നീ നോമ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ നോമ്പ് മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുക. കർമ്മങ്ങളെല്ലാം മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് തഖ്വ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനാണ്. ഇതേ ഒരു ലക്ഷ്യം കൂടി, ഈ ലക്ഷ്യത്തിലൂടെ ഒരു റമദാൻ കൂടി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. കടന്നു പോകുന്ന സമയത്ത് ആ ലക്ഷ്യം നമ്മളിൽ നിറവേറ്റപ്പെട്ടിട്ടുണ്ടോ, ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എൻ്റെ താല്പര്യമല്ല വലുത്, എൻ്റെ ഇഷ്ടമല്ല വലുത്, അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ്, അല്ലാഹുവിൻ്റെ വിധി വിലക്കാണ്, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശമാണ് എനിക്ക് വലുത് എന്ന് ചിന്തിക്കുവാനുള്ള ഔന്നത്യത്തിലേക്ക്, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈമാൻ വളർന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് തഖ്വ വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇല്ല എങ്കിൽ നാം പേടിക്കുക, നമ്മുടെ റമദാനിലൂടെ, നമ്മുടെ നോമ്പിലൂടെ ആ തഖ്വ നമ്മിൽ വന്നു ചേർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ സാധ്യമായിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു തോന്നലുണ്ട് എങ്കിൽ, ഇനിയും ഏതാനും ദിവസങ്ങൾ, 2-3 ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പരമാവധി പരിശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ മാസം ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമദാനിൽ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തി എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഞാൻ എൻ്റെത് നോക്കുക, നിങ്ങൾ നിങ്ങളുടേത് ചിന്തിക്കുക, ആലോചിക്കുക. ഒരു 5 ജുസ് പോലും തികക്കാത്ത ദൗർഭാഗ്യവാന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഏതാനും ദിവസം മുമ്പ് ഒരു ക്ലാസ്സിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുസ്ലിമാണ് അവൻ, പറയുന്നത് അവൻ മുസ്ലിമാണ് എന്നാണ്. റമദാനിൽ അവന് നോമ്പനുഷ്ഠിക്കപ്പെട്ടതിന്റെ കാരണം ഖുർആൻ അവതരിച്ചതാണ് എന്ന് അവൻ അറിയാം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് പോയിട്ട് ആ വിശുദ്ധ ഖുർആൻ പാരായണം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഹതഭാഗ്യരായി നമ്മൾ മാറരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്, താക്കീത് ചെയ്യുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വൽ ഖുർആന ഹുജ്ജത്തുൽ ലക വഅലൈക്, പരലോകത്ത് ഖുർആൻ നിനക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ തെളിവായി നാളെ പരലോകത്ത് വരും. വിശുദ്ധ ഖുർആനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഖുർആൻ നമുക്ക് ശഫാഅത്ത് പറയുക. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ ശുപാർശ പറയാൻ വേണ്ടി വരും. അല്ലാഹു തആല വരുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും ഓതി തീർക്കാൻ സാധിക്കാത്ത ഹതഭാഗ്യരായ നിർഭാഗ്യവാന്മാരായ
ആളുകളായി തീരാൻ നാം അനുവദിക്കരുത്. സഹോദരങ്ങളെ, 2-3 ദിവസമുണ്ട് നമ്മുടെ മുമ്പിൽ. 2 ദിവസം എന്തായാലും ഉണ്ട്. ആ 2 ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കുവാനുള്ള, പാരായണം ചെയ്യുവാനുള്ള ഒരു ആവേശം, ഒരു താല്പര്യം, ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആമീൻ പറയുന്നു. ആ 3 ആമീൻ പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു സഹാബികൾ, പ്രവാചകരെ എന്താണ് ആ 3 ആമീൻ പറഞ്ഞത് എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുള്ളത്, എന്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, മൻ അദ്റക ശഹ്റ റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബഅദഹുല്ലാഹ്. ഒരാൾക്ക് റമദാൻ ലഭിക്കുകയും എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ അവന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്. ഞാൻ ആമീൻ പറഞ്ഞതാണ്. രണ്ടാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് മാതാവോ പിതാവോ അവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടോ സ്വർഗം നേടാൻ സാധിക്കാതെ അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട്, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്ക് സേവനങ്ങൾ നടത്തിക്കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കാത്തവർ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രാർത്ഥന, റമദാനിൽ അവസരം കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഹതഭാഗ്യരായ ആളുകൾ, നിർഭാഗ്യവാന്മാരായ ആളുകൾ, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. ആമീൻ പറഞ്ഞത് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്കാണ്, അഷ്റഫുൽ ഖൽഖാണ് ആമീൻ പറഞ്ഞത്. ആ ഒരു ഗണത്തിൽ, ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുകയില്ല എന്ന് ഉറപ്പ് നൽകാൻ, അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 2-3 ദിവസം അതിനും നമുക്കുണ്ട്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ. കാരണം റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ, ഒരുവനിലേക്ക് റമദാൻ പ്രവേശിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അവന് റമദാൻ കിട്ടി. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് റമദാൻ അവനിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടാൽ അവൻ നശിക്കട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. ഏതൊക്കെ കാര്യമാണ് പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകൻ ഒന്ന് പറഞ്ഞത്, മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ, ആരാണോ റമദാനിൽ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഈമാനോടുകൂടി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. റമദാൻ ആരെങ്കിലും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ,
വിശ്വാസത്തോടുകൂടി പ്രതിഫലം കിട്ടണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ അവന്റെ പാപങ്ങൾ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ആരാണോ ലൈലത്തുൽ ഖദ്റിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി രാത്രി നമസ്കാരം നിർവഹിച്ചവർ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഈ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, ആലോചിക്കുക. നമ്മൾക്ക് തറാവീഹ് നമസ്കരിക്കാൻ മടിയാണ്. അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് സ്വഫുകളിൽ ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥാവിശേഷം എല്ലാ പള്ളികളിലും കാണുന്നതാണ്. ആവേശം കുറയലല്ല വേണ്ടത്, നേരെ മറിച്ച് ആവേശം കൂടലാണ് വേണ്ടത്. കാരണം റമദാൻ കഴിയുമ്പോൾ നിങ്ങൾ മുത്തഖികളായി തീരണം എന്നാണ്. മുത്തഖികളായി തീരുന്ന സമയത്ത് ആളുകൾ കൂടലാണ് ഉണ്ടാവേണ്ടത്, കുറയലല്ല ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ള രാത്രികൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം, നിങ്ങൾ പശ്ചാത്തപിക്കണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ അല്ലാഹുവിലേക്ക് ഒരു ദിവസം 100 തവണയെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അഷ്റഫുൽ ഖൽഖായ പ്രവാചകന് തെറ്റുപറ്റുകയില്ല എന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. തെറ്റുപറ്റാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണയെങ്കിലും തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എവിടെയാണ് നമ്മൾ തൗബ ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയത്? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കസ്സബ്തും, നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാൽ തരാനും, ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യാനും, തൗബ ചോദിച്ചാൽ പശ്ചാത്താപം സ്വീകരിക്കുവാനും റെഡിയായവനാണ് നമ്മുടെ രക്ഷിതാവ് അല്ലാഹു തആല. എത്ര പാപങ്ങൾ ചെയ്തവനാണെങ്കിലും, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തിട്ടുള്ള ആളുകളോട് നീ പറയണം, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നതാണ്. അല്ലാഹു തആല പൊറുക്കാൻ കാരണം ഇന്നഹു ഹുവൽ ഗഫൂർ, അവൻ ഗഫൂറാണ്. അവന്റെ പേര് തന്നെ അതാണ്, പാപമോചനം ചെയ്യുന്നവൻ എന്നാണ് അവന്റെ പേര്. പാപമോചനം ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ആരുടെയും ഔന്നിത്യമല്ല, നേരെ മറിച്ച് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ റഹീമാണ്, കരുണാനിധിയാണ്. ആ കരുണാനിധിയോട് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്, തൗബ സ്വീകരിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ആ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന രൂപത്തിൽ മുത്തഖിയായി തീരാനും, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ സന്ദേശമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു താല്പര്യം നമ്മൾ ഉണ്ടാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവസാനം പറഞ്ഞ പാപമോചനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുന്ന രൂപത്തിൽ, തോന്നൽ വരുന്ന രൂപത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനും നിങ്ങളും നമ്മോട് സത്യസന്ധരാവുക,
ആളുകൾ കാണാനല്ല. നമ്മൾ നമ്മളോട് സത്യസന്ധരാവുക. ഞാൻ എൻ്റെ രക്ഷിതാവിനോട് കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടിയിട്ടുണ്ട്, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് തൗബ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളോട് സത്യസന്ധരാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ പാപമോചനം ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച തരണമേ എന്ന പ്രാർത്ഥന ധാരാളമായി ഈ ദിനരാത്രങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ ധാരാളമായി പ്രാർത്ഥിക്കുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തുകൊണ്ട് മുത്തഖിയായ മുഖ്ലിസായ മുസ്ലിമായ ഒരാളായി തീരുവാനുള്ള തൗഫീഖ് അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാം ശ്രദ്ധിക്കേണ്ടത് നാം ഒരു മുത്തഖിയായ ഒരാളായി തീർന്നിട്ടുണ്ടോ എന്നും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നും നമ്മുടെ പാപമോചനം സാധ്യമായിട്ടുണ്ടോ എന്നുള്ള ചിന്ത, ആലോചന, വിചാരണ, വിചിന്തനം, അതനുസരിച്ചുള്ള തിരുത്തൽ, പരിഹാരം ഇത് നടത്തണമെന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ നാം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിത്ർ സക്കാത്ത് എന്നുള്ളത് എല്ലാ ആളുകളും നിർബന്ധമായി കൊടുക്കേണ്ട കാര്യമാണ്, നിർബന്ധമാണ്. അത് എന്താണ് അതിന്റെ ലക്ഷ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസ്വായിം തുഹറത്തുൽ ലിസ്വായിം വതുഅമത്തുൽ ലിൽ മസാകീൻ. നോമ്പുകാരന് അവന്റെ നോമ്പിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തമാണത്. പിന്നെയോ വതുഅമത്തുൽ ലിൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണമായിട്ടാണ്. എല്ലാ ആളുകളും എന്ത് ചെയ്യും? ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാകും. നമ്മളെല്ലാവരും കമ്മിറ്റിയൊക്കെ എല്ലാവരും പാടെ ചേർന്നിട്ട് അരി വാങ്ങും. അരി വാങ്ങിയിട്ട് വീണ്ടും നമുക്ക് തന്നെ തിരിച്ചു തരും. അതല്ല അതിന്റെ സിസ്റ്റം. നമ്മൾ കൊടുത്തു, ഓക്കെ, ഫിത്ർ സക്കാത്തിന്റെ ബാധ്യത തീർന്നു. ഇനി നമ്മൾ അതേപോലെ നമ്മൾ വാങ്ങണോ? വാങ്ങാം. വതുഅമത്തുൽ ലിൽ മസാകീൻ, നിങ്ങൾ മിസ്കീനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങാം. വതുഅമത്തുൽ ലിൽ മസാകീൻ എന്നാണ്, മിസ്കീനുകൾക്കുള്ള ആഹാരമാണ് എന്നാണ്. എല്ലാവരും കൊടുക്കണം, പക്ഷെ വാങ്ങേണ്ടത് മിസ്കീനാണ്. എല്ലാവരും വാങ്ങണ്ട. ചില ആളുകൾക്ക് അത് വലിയൊരു ബർക്കത്തുള്ള പോലെയാണ്. അല്ല, അത് മിസ്കീനിന്റെ താഴമാണ്, ഭക്ഷണമാണ്. വാങ്ങുന്ന ആളുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും തന്നേക്കും, കമ്മിറ്റിക്കാര്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കാണ് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക്, ചില ആളുകൾക്ക് വലിയ പേരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ എന്തായിരിക്കും? വളരെ വളരെ മോശമായിരിക്കും. അപ്പൊ എല്ലാ ആളുകൾക്കും തരും, പക്ഷെ അത് വാങ്ങാനുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാം. വാങ്ങണ്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുക, എനിക്ക് വേണ്ടെന്ന് പറയാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്
പള്ളിയിലല്ല, മൈതാനിയിലാണ്, ഗ്രൗണ്ടിലാണ്. അതാണ് സുന്നത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത്. മഴ വന്നാലോ? മഴ വന്നാൽ പള്ളിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഈദ്ഗാഹ് ആയിരിക്കും സംഘടിപ്പിക്കുക, എല്ലാവരും മുസല്ലക്കായിട്ട് വരിക ഇൻഷാ അല്ലാഹ്. അതേപോലെ പുതുവസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വരിക. പുതുവസ്ത്രം ധരിക്കാനുള്ള പ്രാർത്ഥന, اللهم لك الحمد أنت كسوتني أسألك من خيره وخير ما صنع له وأعوذ بك من شره وشر ما صنع له. ഈ പ്രാർത്ഥന പഠിക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അത് പഠിക്കുക. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പുതുവസ്ത്രം ധരിക്കുക. പുരുഷന്മാർ സുഗന്ധം പൂശി വരിക. അതേപോലെ ഈദുൽ ഫിത്തർ, പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്ന ആളുകൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരിക. അതാണ് സുന്നത്ത്. എന്തെങ്കിലും രാവിലെ നമുക്ക് ശീലമായിട്ടുണ്ടാകും ഭക്ഷണം കഴിക്കാതെ രാവിലെ. പക്ഷെ നിങ്ങൾ ആ ശീലം ഒക്കെ റസൂൽ പറഞ്ഞ ബ്രേക്ക് ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. ഈദുൽ ഫിത്തറിലേക്ക്, പെരുന്നാൾ മുസല്ലയിലേക്ക് വരുന്ന ഒരു വഴിയിലൂടെ വന്ന് വേറൊരു വഴിയിലൂടെ പോവുക. അതേപോലെ കുടുംബ സന്ദർശനം നടത്തുക, ഗിഫ്റ്റുകൾ കൊടുക്കുക, മാതാപിതാക്കൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, കുട്ടികൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. സ്വതക്കകൾ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ് പറയേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്നാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അത് പറയലാണ് സുന്നത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പോയ ആളുകൾക്ക്, മാതാപിതാക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവരുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح حال إخواننا في فلسطين. اللهم أصلح حال إخواننا في فلسطين. انتصر لهم من اليهود المحتلين الغاصبين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.